എന്തായി ഗൗതം? നമ്മുടെ കമ്പനിയുടെ റെക്കോർഡ്സ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കാനെങ്കിലും പറ്റിയോ? ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്കൊന്നും സമയം കിട്ടില്ലല്ലോ. ഒന്ന് ഓടിച്ചു നോക്കി അനലൈസ് ചെയ്തപ്പോ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ മാൻ പവറിന്റെ കാര്യം അത് കുറച്ച് ഇൻക്രീസ് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഗൗതമിനെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ കമ്പനിയുടെ ജാതകം തന്നെ പ്രഡിക്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ. എന്തായാലും ഗൗതമിന് സൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്നാ നമുക്കതൊക്കെ ഒന്ന് സൈൻ ചെയ്യായിരുന്നു. ഫയലുകളൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, അത് കഴിഞ്ഞ് നോക്കാലോ. ഓക്കെ, എങ്കിൽ വാ, നമുക്ക് ക്യാബിനിലേക്ക് പോവാം. ഗൗതം ഇരിക്കേ. താങ്ക് യു. ഇതാ ഗൗതമിനുള്ള എഗ്രിമെന്റ്, ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യും. ഞാനിത് എന്തിനു വായിച്ചു നോക്കണം? എന്നെ വിശ്വസിക്കുന്ന സാജൻ എനിക്ക് ദോഷം വരുന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. എന്നാലും അതങ്ങനെയല്ലല്ലോ, വായിച്ചു നോക്കിയേ പറ്റൂ. ശരി, വായിച്ചു നോക്കാം. സാജ, എന്തേത്? ഇതിൽ എന്നെ ഒരു പാർട്ട്ണറായിട്ടല്ലോ വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റാഫായിട്ട് ലൈഫ് ലോങ് വർക്ക് ചെയ്യണമെന്നാണല്ലോ. ഇടയ്ക്ക് ജോലി അവസാനിപ്പിക്കാനോ തനിച്ച് മറ്റൊരു ബിസിനസ് ആരംഭിക്കാനോ പാടില്ല എന്നൊരു കണ്ടീഷനും ഇതിലുണ്ടല്ലോ. എനിക്ക് പ്രോമിസ് ചെയ്തതുപോലെ ഒന്നും അല്ല എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത്. ഇത് മറ്റൊരാളുടെ കീഴിൽ അടിമപ്പണിക്ക് സമ്മതിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ഇതെന്താ കമ്പനി ഓണറിന്റെ സിഗ്നേച്ചർ ഒഴിച്ചിട്ടിരിക്കുന്നത്? സാജൻ സൈൻ ചെയ്തിരിക്കുന്നത് സാക്ഷിയായിട്ടും. എന്താ സാജ, എനിക്കൊന്നും മനസ്സാവുന്നില്ല. സാജൻ ജോസഫ് അല്ലേ ഇതിന്റെ ഓണർ? അല്ല, ഞാൻ ഈ കമ്പനി ഒന്ന് തുടങ്ങിയെന്നുള്ളൂ ഗൗതം. ഏകദേശം ഒന്ന് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു വലിയ ഓഫർ വന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇത് അയാൾക്ക് വിറ്റു. മുതലാളിയുടെ വേഷം കെട്ടിയിരിക്കുന്ന ഒരു തൊഴിലാളി, അതാണ് ഇപ്പൊ എന്റെ റോള്. അപ്പോ ഇതിന്റെ മുതലാളി ആരാ? ഇപ്പൊ വരും. ഗൗതം എത്തിയെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഓണർ ആരാണെന്നുള്ളത് ഇനി എന്റെ സബ്ജക്റ്റ് അല്ല. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല സാജ. ഞാൻ പോവാ. 5 മിനിറ്റ് ഇരിക്കും ഗൗതം. എന്തായാലും ഓണർ ഒന്ന് കണ്ടിട്ട് പോ. എനിക്ക് താല്പര്യമില്ല. ഈ മനസ്സിൽ ഇപ്പോഴത്തെ ചോദ്യം ഈ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഇവൻ എന്താണ് ഇവിടെ? അതല്ലേ ആ ചോദ്യം. നോ ഡൗട്ട്, സംശയമില്ലാതെ പറയാം, ഈ CK ചന്ദ്രബോസ് ആണ് ഇപ്പോ ഈ കമ്പനിയുടെ ഓണർ. അത് ശരി, ചതിക്കാൻ നോക്കിയതിനോടൊപ്പം തന്നെ അങ്ങ് കൂട്ടിയേർന്നു അല്ലേ? ഇതിലും ഭേദം നിനക്കൊക്കെ പോയി ചത്തൂടെ സാജ. അയ്യേ, എന്താ ഗൗതം ഇത്? ഇത്ര നെർവസ് ആവാതെ. അതിവിടെ എഗ്രിമെന്റ് വായിച്ചു നോക്കിയായിരുന്നു. മൊത്തം വായിച്ചു നോക്കണം. ഗൗതം ജോയിൻ ചെയ്യുന്നു പറഞ്ഞപ്പോ തന്നെ സ്പെഷ്യൽ പാക്കേജ് ഞാൻ ഓഫർ ചെയ്ത മന്ത്ലി 12,000 റുപ്പീസ് സാലറി, രൂപ 12,000 അങ്ങോട്ട് എണ്ണിത്തരും. എന്തു പറയുന്നു? എന്തായാലും കൂലിപ്പണി ചെയ്യാൻ തീരുമാനിച്ചു. അത് പിന്നെ എനിക്ക് വേണ്ടി ആയിക്കോട്ടെന്നേ. ജയിച്ചവന്റെ അടിമയാകുന്നതാണല്ലോ പ്രകൃതി നിയമം. നോക്ക്, നല്ല ഒന്നാം തരം പാക്കേജാ. പെർഫോമൻസ് നന്നായാൽ ഇൻസെന്റീവും ഇൻക്രിമെന്റും ഒക്കെ തരുന്ന കാര്യം ഞാൻ പരിഗണിക്കും കേട്ടോ.
പിന്നെ ഓണം, ദീപാവലി, ക്രിസ്മസ് അങ്ങനെ എന്ത് വന്നാലും ഒരു ബോണസും. പെട്രോൾ അടിക്കാൻ അല്ലറ ചില്ലറ എഴുതി എടുക്കുകയും ചെയ്യാം. ഏയ്! അത് വേണ്ട. ഇതിനുള്ള പവറൊന്നും ഇപ്പൊ ഗൗതമനില്ല. കാരണം ഇപ്പൊ നീ പഴയ ഗൗതം ഗോപിനാഥ് അല്ല. തന്തയും തള്ളയും ആരെന്നറിയാതെ തെരുവിലായി പോയവന് ഞാൻ നൽകുന്ന ഒരു സഹായം, അങ്ങനെ കരുതിയാ മതി. ആ എഗ്രിമെന്റ് എടുത്ത് വെച്ച് സൈൻ ചെയ്തേക്ക് ഗൗതം. അതിനെടുക്ക്. പിടിക്ക്, സൈൻ ചെയ്. നീ എന്താ ധരിച്ചു വെച്ചത്? അവസ്ഥ മോശമെന്ന് കരുതി വന്ന് നിന്റെ അടിമപ്പണി ചെയ്യുന്നു. നീ ഇപ്പൊ ഈ കളിക്കുന്ന കളിക്ക് ഗോളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാന്ന് പറയും. പച്ചയ്ക്ക് പറഞ്ഞാൽ തനി തെണ്ടിത്തരം. പക്ഷെ ചന്ദ്രബോസെ, അധിക നാളിത് തുടരാന്ന് വിചാരിക്കണ്ട. നീ മറ്റൊരു ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്നുള്ള എഗ്രിമെന്റ് ഇതിൽ വെച്ചിരിക്കുമ്പോ തന്നെ നിന്റെ ഉള്ളിലെ ഭയം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നും നിന്റെ തലയ്ക്ക് മുകളിലെ വാളായിട്ട് വളരുമെന്നും ഇപ്പോഴേ പേടിക്കുന്നുണ്ട് നീ. ഇതാണ് ഗൗതം. ആ ഭയം എപ്പോഴും നിന്റെ ഉള്ളിലുണ്ടാവണം. ഒരിക്കൽ നീ പേടിക്കുന്ന ഈ ദുസ്വപ്നം സത്യമാവുകയും ചെയ്യും. എന്റെ ഈ അനാഥ ജന്മം പോലും നിന്നെ, ചന്ദ്രബോസെ, നിന്നെ തീർത്ത് കളയാനാ. അത് ഞാൻ തീർത്തിരിക്കും. കാത്തിരുന്നു.